ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടത്തും. ബി.ജെ.പിക്ക് 10 സീറ്റ് കിട്ടിയാൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. വെല്ലുവിളിക്കുന്നത് അരവിന്ദ് കെജ്രിവാളാണ്. 2 വർഷക്കാലം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ കഴിഞ്ഞ ദിവസം കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. പിന്നാലെയാണ് കെജ്രിവാൾ ഇപ്പോൾ ബി.ജെ.പിയെ വെല്ലുവിളിച്ച് രംഗത്ത് വന്നത്. ഡൽഹി മദ്യനയ കേസിൽ നിന്നാണ് ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയത്. ഇത് കേന്ദ്ര സർക്കാരിനും ബി.ജെ.പിക്കും വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. ബി.ആർ.എസ് നേതാവ് കെ കവിത ഉൾപ്പെടെയുള്ള കേസിലെ മുഴുവൻ പ്രതികളെയും വെള്ളിയാഴ്ചയാണ് കോടതി വിട്ടയച്ചത്. ആം ആദ്മി പാർട്ടിയുടെ അടിവേരിളക്കിയ കേസിനാണ് ഈ കോടതി വിധിയോടെ അന്ത്യമായിരിക്കുന്നത്. വിചാരണ പോലും നടത്താൻ പര്യാപ്തമായ ഒരു തെളിവുമില്ലാത്ത കേസാണെന്ന് പറഞ്ഞാണ് കോടതി കേസിൽ എല്ലാവരെയും കുറ്റവിമുക്തരാക്കിയത്. വിധി പ്രത്യക്ഷത്തിൽ CBIക്ക് കനത്ത തിരിച്ചടിയാണെങ്കിലും ആഘാതം ബി.ജെ.പിക്ക് കൂടിയാണ്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ലാഭത്തിന് ഉപയോഗിക്കുന്നുവെന്ന ആക്ഷേപത്തിന് ബലം നൽകുന്ന വിധിയായി പ്രതിപക്ഷത്തിന് ഉയർത്തിക്കാട്ടാൻ സാധിക്കും. അന്വേഷണ ഏജൻസിയായ CBIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. കേസിൽ ഗൂഢാലോചന നടത്തിയെന്നോ കുറ്റം ചെയ്തെന്നോ തെളിയിക്കാൻ CBIക്ക് സാധിച്ചില്ലെന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മതിയായ തെളിവുകളോ ഒരു സാക്ഷിമൊഴിയോ പോലും ഹാജരാക്കാൻ കഴിയാതെ എങ്ങനെയാണ് ഇവരെ പ്രതി ചേർത്തതെന്ന് കോടതി ചോദിച്ചു. ഡൽഹി മദ്യനയ കേസ് എന്താണെന്ന് കൂടിയൊന്ന് പരിശോധിക്കാം. 2021 നവംബറിലാണ് ഡൽഹി സർക്കാർ പുതിയ മദ്യനയം നടപ്പാക്കിയത്. സർക്കാർ മദ്യശാലകൾ ഒഴിവാക്കി സ്വകാര്യ വ്യക്തികൾക്ക് ലൈസൻസ് നൽകുന്നതിലൂടെ കള്ളക്കടത്ത് തടയാനും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടായിരുന്നു ഈ മാറ്റം. പുതിയ നയത്തിലൂടെ മദ്യശാലകൾ അർദ്ധരാത്രി വരെ പ്രവർത്തിക്കാനും പരിധിയില്ലാത്ത വിലക്കുറവിൽ നൽകാനും അനുമതി നൽകി. ഇതിലൂടെ മദ്യവിൽപ്പനയിൽ 27% വർധനവുണ്ടായെന്ന് സർക്കാർ അവകാശപ്പെട്ടു. എന്നാൽ പുതിയ നയം മദ്യസംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് ബി.ജെ.പി രംഗത്തെത്തി. ഇതിനിടെ 2022 ജൂലൈയിൽ ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ മദ്യനയത്തിൽ ക്രമക്കേടുകൾ ഉണ്ടെന്നും സ്വകാര്യ വിൽപ്പനക്കാർ അനാവശ്യ ആനുകൂല്യങ്ങൾ നൽകിയെന്നും ആരോപണങ്ങളുണ്ടായി. കോവിഡ് കാലത്ത് ലൈസൻസ് ഫീസിൽ 144 കോടി രൂപയുടെ ഇളവ് നൽകിയത് ഇതിന് ഉദാഹരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന സംഭവത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുകയും പിന്നാലെ സർക്കാർ പുതിയ മദ്യനയം പിൻവലിക്കുകയും ചെയ്തു. മനീഷ് സിസോദിയയുടെ വസതിയിൽ CBI റെയ്ഡ് നടത്തുകയും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പണമിടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ K കവിത ഉൾപ്പെട്ട സൗത്ത് ഗ്രൂപ്പ് ആം ആദ്മി പാർട്ടിക്ക് കൈക്കൂലി നൽകിയെന്നും ഈ പണം ഗോവ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചുമെന്നുമാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. മദ്യനയ കേസിന്റെ സൂത്രധാരൻ കെജ്രിവാളാണെന്ന് ED കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് 2023 ഫെബ്രുവരിയിൽ മനീഷ് സിസോദിയയും തുടർന്ന് ഒക്ടോബറിൽ ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗും അറസ്റ്റിലായി. 2024 മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് പാർട്ടിയെ തകർക്കാനുള്ള ബി.ജെ.പിയുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ് കോടതിയിൽ വാദിച്ചു. കെജ്രിവാളിനെ ജയിലിൽ അടയ്ക്കാൻ CBI നടത്തിയത് ഒരു ഇൻഷുറൻസ് അറസ്റ്റാണെന്നും അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സുപ്രീം കോടതി കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തിരികെ ജയിലിലേക്ക് മടങ്ങേണ്ടിയും വന്നു. കേസിൽ കെജ്രിവാളിനെതിരെ നേരിട്ടുള്ള തെളിവുകളൊന്നുമില്ലെന്ന് വിചാരണ കോടതി ജഡ്ജി ന്യായ ബിന്ദു അന്ന് നിരീക്ഷിച്ചിരുന്നു. ഒടുവിൽ 2026 CBI സമർപ്പിച്ച 1000 പേജോളം വരുന്ന കുറ്റപത്രത്തിൽ യാതൊരു അടിസ്ഥാനവുമില്ലെന്നും പിഴവുകൾ മാത്രമാണെന്നും കോടതി കണ്ടെത്തി. ഗൂഢാലോചന നടന്നതിനും അഴിമതി നടന്നതിനും യാതൊരു തെളിവുമില്ലെന്നും ഇത് കേവലം ഭരണപരമായ ചർച്ചകൾ മാത്രമാണെന്നും കോടതി വ്യക്തമാക്കിയതോടെ ബി.ജെ.പിയുടെ ചീട്ട് കീറിയെന്ന് പറഞ്ഞാൽ മതി. EDയെയും CBIയെയും വേട്ടനായ്ക്കളെ പോലെ രാഷ്ട്രീയ എതിരാളികൾക്ക് മേൽ തുറന്നുവിടുന്ന ബി.ജെ.പിയുടെ പകപോക്കൽ നാടകത്തിന് കൂടിയാണ് അന്ത്യമാകുന്നത്.